ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാര്, സയ്യിദന്മാര്, രാഷ്ട്രീയ സാമുദായിക സാമൂഹിക നേതാക്കന്മാര് മുഴുവനും അങ്ങനെയാണ്. എത്രയോ മജ്‌ലിസുകൾ പ്രഭാഷണം കഴിഞ്ഞു പോകുമ്പോഴും പ്രസംഗത്തിന് വേണ്ടി വരുമ്പോൾ കൈപിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് എന്റെ ഉമ്മച്ചയ്ക്ക് ക്യാൻസറാത് ആരക്കണം, എന്റെ ഉമ്മാക്ക് സുഖമില്ലത് ആരക്കണം, എന്റെ ഉമ്മാക്ക് കാലുവേദനയാത് ആരക്കണം, എന്റെ ഉമ്മച്ചിക്ക് മരുന്ന് വാങ്ങാൻ ഗതിയില്ല ഉസ്താദ് ആരക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് സംഖ്യയിൽ ഉമ്മയെ കൊണ്ട് നടക്കുന്ന മക്കളെ കുറിച്ച് എനിക്കറിയാമെന്ന് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഉമ്മ നമുക്ക് പ്രിയപ്പെട്ടവരാണ്, ഉമ്മ നമുക്ക് സ്നേഹമാണ്, ഉമ്മ നമുക്ക് സാന്ത്വനമാണ്, ഉമ്മ നമുക്ക് പ്രേമത്തിന്റെ സാഗരം തീർത്ത് പ്രിയപ്പെട്ട ഏറ്റവും വലിയ മഹാത്ഭുതമാണ്. അങ്ങനെയാണെങ്കിൽ ദുനിയാവിൽ നീ എവിടെ നിന്നുകൊണ്ട് കരഞ്ഞാലും ആ ഉമ്മ നിന്റെ കണ്ണീരെറിയും. ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞിട്ട് എനിക്കൊരു വിഷമം വന്നെന്റെ ചങ്കൊന്ന് പൊട്ടിയാൽ തിരുവനന്തപുരം ജില്ലയുടെ ചെറിയങ്കീഴന്റെ ചെറിയ ഭവനത്തിന്റെ അകത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മാക്കൊരു വിറയിൽ അനുഭവപ്പെടും. അത് പൊക്കിൽ കൊടിയുടെ ബന്ധമാ. ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അപകടം വന്നാൽ, ഒരു പനി വന്നാൽ, ഒരു വേദന വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, ലോകത്തിന്റെ ഏതു ഭാഗത്തിരിക്കുന്നവളാകട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ അറിയാതെ ആ സങ്കടത്തിൽ മനം നൊന്നുകൊണ്ട് നിങ്ങളോടൊപ്പം പങ്കുചേരുമെങ്കിൽ എല്ലാവരും നാളെ പരലോകത്തേക്ക് എഴുന്നേറ്റ് വരുമ്പോ എന്റെ പ്രിയമുള്ളവരെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, ഉമ്മച്ചിയുണ്ടല്ലോ, ദുനിയാവിൽ കരഞ്ഞാ കണ്ണീരുടയ്ക്കുന്ന ഉമ്മയുണ്ടല്ലോ, ദുനിയാവിൽ വിശന്ന ഭക്ഷണം തരുന്ന ഉമ്മയുണ്ടല്ലോ, ദുനിയാവിൽ വേദനിച്ച സാന്ത്വനത്തിന്റെ താരാട്ട് പാടുന്ന ഉമ്മയുണ്ടല്ലോ. ആ ഉമ്മാനടുത്തേക്കൊന്ന് പോയാലോ പരലോകത്ത് എഴുന്നേറ്റുകൊണ്ട് ഇനി നമുക്കാരെയൊന്ന് ചോദിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളും പൊട്ടിക്കരയുമ്പോ ഇനി നമുക്കാരി ഇനി എനിക്കാരെന്ന് ചോദിച്ചുകൊണ്ട് നിലവിളിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ എല്ലാം ആര് പ്രിയപ്പെട്ട ഉമ്മയുടെ മുമ്പിലേക്ക് ഓടുകയാണ്, ഉമ്മയുടെ മുമ്പിലേക്ക് ഓടുകയാണ്. ആ ഉമ്മ പറയുന്ന മറുപടി എന്തെന്നറിയുമോ? ആ ഉമ്മ പറയുന്ന മറുപടി എന്തെന്നറിയുമോ? പൊട്ടിക്കരന്നുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ പറയുകയാ, പൊന്നുമോന് ദുനിയാവിൽ വെച്ചായിരുന്നെങ്കിൽ നിന്റെ കണ്ണീര് കാണാൻ എനിക്ക് നേരമുണ്ടായിരുന്നു. ദുനിയാവിൽ നീ കരഞ്ഞാലാ കൂടെ കരയും മോന്, നീ പട്ടിണി കിടന്നാ ഞാനും പട്ടിണി കിടക്കും മോന്. ദുനിയാവിൽ നിനക്കൊരു സങ്കടം വന്നാ എന്റെ മനസ്സിൽ സങ്കടം കൊണ്ട് നിറയും പൊന്നുമോന്. പക്ഷെ ഇത് പരലോകമാണടാ, ഇത് ആഹ്റമാണ് പൊന്നുമോന്. ഇവിടെ എന്റെ കാര്യം തന്നെ അവതാരത്തിലാണ്. അതുകൊണ്ട് മക്കളെ നോക്കാൻ എനിക്ക് നേരമില്ല. ഉമ്മ ഉമ്മ ഞാനാണുമ്മ, നിങ്ങളെ നെഞ്ചപ്പെടുത്തു വെച്ച് വളർത്തിയ പൊന്നുമോനാണുമ്മ. എപ്പോഴും എന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എന്ന പ്രിയപ്പെട്ട ഉമ്മ ഞാനാണുമ്മ. എന്റെ കാര്യത്തിലൊരു തീർപ്പ് ഈ പടച്ചതമ്പുരാന്റെ നീതി കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കണമെന്ന് പറയുമ്പോ ആ ഉമ്മ പറയുന്ന മക്കളെ എന്റെ കാര്യം പോലും നോക്കാനുള്ള സമയമില്ലെന്ന് പറഞ്ഞ മക്കളെ ആട്ടിപ്പായിക്കുകയാണ്. വാപ്പാനെടുത്തു പോയാലോ ഉമ്മ നോക്കാത്ത സ്ഥലത്ത് വാപ്പ നോക്കുവോ? ഉമ്മ നോക്കാത്ത സ്ഥലത്ത് വാപ്പ നോക്കുവോ? സഹോദരങ്ങളെടുത്ത് പോകുമ്പോഴോ എന്റെ മലബാറിന്റെ മഞ്ചേരിയുടെ പിരിവറ്റത്തിന് വെച്ച് കൂടിയ മലബാറിന്റെ യുവത്വമേ, തോളത്ത് കൈയിട്ടുകൊണ്ട് കണ്ണുപിടിക്കാനും പെണ്ണുപിടിക്കാനും കാൽപന്ത് കളിയുടെ രാജാക്കന്മാരുടെ പ്രത്യടിക്കാനും ആ കാൽപന്ത് കാലുകൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് എല്ലാം മറന്ന് ആസ്വദിക്കാനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും സമയം കണ്ടെത്തിയ എന്റെ മലബാറിന്റെ ചെറുപ്പക്കാരോ, നിന്റെ കൂട്ടുകാരന്റെ മുമ്പിലേക്ക് പോകാൻ പറ്റോ? ലോകം തോറ്റുപോകുന്ന സ്നേഹസാഗരത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാതാവ്. ചവിട്ടിത്തേക്കുന്ന ആ സ്നേഹത്തിന് മുന്നിൽ കൂട്ടുകാർക്ക് എത്ര വിലയാ ഉള്ളത്, ബന്ധങ്ങൾക്ക് എത്ര വിലയാ ഉള്ളത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് തലയിലേക്ക് കടന്നു വരികയുള്ളെങ്കിൽ പഠിച്ചുകൊള്ളുക. അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, മനുഷ്യർ ഓടുകയാണ് അവന്റെ സഹോദരങ്ങളിൽ നിന്ന്, അവന്റെ ഉമ്മയിൽ നിന്നോടുകയാണ്, അവന്റെ മക്കളിൽ നിന്നോടുകയാണ്, അവന്റെ സുഹൃത്തുക്കളിൽ നിന്നോടുകയാണ്. അവരെല്ലാവരും കൈവരുത്തുകയാണ്. രക്ഷയില്ല, രക്ഷയില്ല, ഇനി നമുക്ക് രക്ഷയില്ല. ആരാണ് സഹായിക്കാൻ? ആരാണ് സഹായിക്കാൻ? ലോകത്തിന്റെ പ്രതീക്ഷ പ്രവാചകന്മാരല്ലേ, ലോകത്തിന്റെ പ്രതീക്ഷ പ്രവാചകന്മാരല്ലേ. 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചക പൊങ്കവന്മാര് കടന്നു വന്നിട്ടില്ലേ ഈ ഭൗതിക ലോകത്തെ പ്രബോധനത്തിന്റെ കവാടങ്ങൾ തുറന്നുകൊണ്ട് രാജകുമാരന്മാരെ പോലെ ഹിദായത്തിന്റെ തൗഹീദിന്റെ കിരീടം തലയിൽ വെച്ചിട്ട് തളരാത്ത പാദങ്ങളോട് പിളരാത്ത വാക്കുകളോട് മൂർച്ചയുള്ള നോട്ടങ്ങളോട് തൗഹീദിന്റെ പതാക കയ്യിൽ പിടിച്ചുകൊണ്ട് കടന്നു വന്ന നൂഹ് നബി അലൈഹിസ്സലാമിനെ പോലെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലെ, യൂനുസ് നബി അലൈഹിസ്സലാമിനെ പോലെ, യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ പോലെ, അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പോലെ,
സ്വാലിഹ് നബിയെ പോലെ, യൂസുഫ് നബിയെ പോലെ, മൂസാ നബിയെ പോലെ 1.25 ലക്ഷത്തോളം വരുന്ന